കെറൂസോയില് ഇന്ന് സുവിശേഷ പ്രഘോഷണവും പരിശുദ്ധ കന്യാമറിയവും എന്നുള്ളൊരു വിഷയമാണ്. ഇതില് നമ്മൾ ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ചിന്ത എന്തായിരിക്കും? മാതാവ് എലിസബത്തിനെ കാണാൻ പോയത്, തനിക്ക് കിട്ടിയ യേശുവിനെ കൊടുക്കാനായിട്ട് ആദ്യമേ തന്നെ എലിസബത്തിന്റെ അടുത്തേക്ക് ഓടി. ശരി, സുവിശേഷ പ്രഘോഷണത്തിലെ മാതാവിനുള്ള പങ്ക് എന്താണെന്ന് ചിന്തിക്കാൻ തുടങ്ങും. എന്റെ മനസ്സിൽ വരുന്നത് ഇങ്ങനൊരു വിഷയം കേട്ടാൽ ഏറ്റവും ആദ്യം വരുന്നത് എന്താണെന്നറിയാവോ? ഉൽപ്പത്തി പുസ്തകം 3:15. അതെങ്ങനെയാ? യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള ഇതാ യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള, രക്ഷകന്റെ വരവിനെ കുറിച്ചുള്ള ആദ്യത്തെ ആ പരാമർശത്തിൽ തന്നെ ആ രക്ഷകനെ അവതരിപ്പിച്ചിരിക്കുന്നത് അവളുടെ സന്തതി എന്ന പേരിലാണ്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സെര എന്നാണ്. സെര എന്ന് വെച്ചാൽ വിത്ത്. അപ്പോ അവളുടെ സന്തതി ആരുടെ? സ്ത്രീയുടെ, ഇഷ. അപ്പോ ഇഷായുടെ സെര, ഇതാണ് പറച്ചില്. ഇഷായുടെ സെര, അവളുടെ, സ്ത്രീയുടെ സന്തതി. അപ്പോ ഈ സന്തതിയെ അഥവാ രക്ഷകനെ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത നിമിഷത്തിൽ തന്നെ ഈ രക്ഷകനെ ഭൂമിക്ക് സമ്മാനിക്കാൻ അഥവാ ഭൂമിക്ക് നൽകാൻ ഒരു സ്ത്രീയെ ദൈവം മനസ്സിൽ കണ്ടു എന്നത് ഉൽപ്പത്തി 3:15 നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പക്ഷെ ഓർക്കണം, ഉൽപ്പത്തി 3:15 സ്ത്രീ എന്ന് പറയുന്ന ആ പ്രയോഗത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പശ്ചാത്തലത്തിൽ, മൊത്തത്തിലുള്ള പശ്ചാത്തലത്തിൽ 4 അർത്ഥങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സ്ത്രീ എന്നത് 4 കൂട്ടരെ സൂചിപ്പിക്കുന്നതായി പറയാൻ കഴിയും. ആർക്കെങ്കിലും എന്തെങ്കിലും ആശയമുണ്ടെങ്കിൽ പറയുക. ഞാൻ സൂചന തന്നു കഴിഞ്ഞു. സ്ത്രീ എന്ന പ്രയോഗം ഹൗവ, ഒന്നാമതായി ഹൗവ. വെരി ഗുഡ്. അപ്പോ 4-ൽ 1 കഴിഞ്ഞു. ഹൗവ. രണ്ടാമതായി ജെറുസലേം ആണോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് മൊത്തത്തിൽ പറഞ്ഞാൽ മതി? ഇസ്രായേൽ. ഓക്കെ, ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അർത്ഥം ശരിയാണ്. കാരണം ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിൽ നിന്നാണ് രക്ഷകൻ ജനിക്കാൻ ഉള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിൽ നമ്മൾ രക്ഷകനെ കാണുന്നത്, രക്ഷകൻ വരും എന്നതിനു വേണ്ടിയുള്ള ഒരുക്കം, അങ്ങനെയാണ് നമ്മൾ പഴയ നിയമത്തെ മുഴുവൻ കാണേണ്ടത്. അവിടെയാണ് അബ്രാഹത്തിന്റെ വിളിക്ക് അർത്ഥമുള്ളത്. അവിടെയാണ് അബ്രാഹത്തിന്റെ മകനായ ഇസഹാക്കിലേക്ക് നീങ്ങാൻ കഴിയുന്നത്. ഇസഹാക്കിന്റെ മക്കളായ ഏസാവ്, യാക്കോബ്. പക്ഷേ ഫോക്കസ് യാക്കോബിലാണ്, ഇളയവൻ. ഇനി യാക്കോബിന് 12 മക്കള്, 12 ഗോത്രങ്ങൾ. അതിൽ യൂദാ ഗോത്രം. അങ്ങനെ വളരെ വ്യക്തമായ ഒരു ഇലക്ഷൻ, തിരഞ്ഞെടുപ്പ്. ആ ഓരോ ഇലക്ഷനും സത്യത്തിൽ ഈ രക്ഷകനെ ഭൂമിക്ക് നൽകാനുള്ള ആ വലിയ പദ്ധതിയുടെ കൃത്യമായ ഭാഗമാണ്. സ്ത്രീ എന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ സന്തതി എന്ന പ്രയോഗത്തിന് ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ജനിച്ചവൻ എന്നർത്ഥത്തിൽ ഈശോ ഒരു ഇസ്രായേൽക്കാരൻ, അല്ലെങ്കിൽ ഈശോ ഒരു യഹൂദൻ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ, ലൂക്ക
24-44 ഒന്ന് വായിക്കാമോ? ഈശോയുടെ പ്രസ്താവനയാണ്. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ. ശരി, അത്രയും മതി. അപ്പോ നോക്കണം, പഴയ നിയമത്തെ യഹൂദര് 3 ഭാഗങ്ങളായി കരുതിയിരുന്നു. അതുകൊണ്ടാണ് അവരുടെ ബൈബിളിനെ അവര് തനാക്ക് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? തനാക്ക്. TNK. എന്നിട്ട് ഇടക്ക് ചെറിയ A ഇട്ട് കൊടുക്കും, മറ്റേതെല്ലാം ക്യാപിറ്റൽ. TNK. T സ്മോൾ a, N ക്യാപിറ്റൽ N, സ്മോൾ a, K ക്യാപിറ്റൽ K. എന്താണാവോ ഈ തനാക്ക്? T for Torah, N for നബി, പ്രവാചകന്മാർ. അപ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങൾ. തോറ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രന്ഥങ്ങളാണ്? പഞ്ചഗ്രന്ഥം, ആദ്യത്തെ 5 പുസ്തകം. പിന്നെ നബീം എന്ന് വെച്ചാലോ ജോഷുവ മുതൽ മലാക്കി വരെയുള്ള മുൻ പ്രവാചകന്മാരും പിൻ പ്രവാചകന്മാരും. അതാണ് നബീം യഹൂദരെ സംബന്ധിച്ച്. ഇനി കെ എന്താണാവോ അവസാനത്തെ കെ? കെത്തുബീം എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ കിതാബ്, പുസ്തകം, എഴുതപ്പെട്ടത്, ലിഖിതങ്ങൾ. കെത്തുബീം. അപ്പോൾ ലിഖിതങ്ങൾ. സങ്കീർത്തനമാണ് ഹീബ്രു ബൈബിളിലെ ആദ്യത്തെ ലിഖിതം. അങ്ങനെ ലിഖിതങ്ങളിൽ പെടുന്ന ആദ്യത്തെ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് തോറായിലും നബീമിലും സങ്കീർത്തനങ്ങളിൽ. അപ്പൊ സങ്കീർത്തനം റെപ്രസെന്റിങ് ദ ഹോൾ കെത്തുബീം. അതാണ് നോക്കണം. അപ്പോ യഹൂദ ബൈബിളിന്റെ 3 ഭാഗങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം ആരെക്കുറിച്ചാണെന്ന്? തന്നെ കുറിച്ച് തന്നെയാണ്. അപ്പൊ നോക്കുക, സ്ത്രീ എന്നർത്ഥം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എത്ര കൃത്യമാണ്. പഴയ നിയമത്തിലെ ഇസ്രായേലിന്റെ അനുഭവങ്ങളെല്ലാം പുത്രനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ്. കാത്തിരിപ്പെല്ലാം വരാനിരിക്കുന്ന രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ മിശിഹായാണെന്ന് തോന്നിയവരുടെ ഒക്കെ നേരെ അവര് വലിയ മുദ്രാവാക്യം വിളിച്ചു. എന്താണത്? ഹോഷിയാന. 118-ാം സങ്കീർത്തനം 25-ാം വാക്യത്തിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. രക്ഷിക്കണമേ, പ്ലീസ് സേവ്, ഹോഷിയാന. Blessed is the one who comes in the name of the Lord, ഹോഷിയാന. കണ്ടോ? അപ്പോൾ കാത്തിരുന്നത് രക്ഷകന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ഇസ്രായേൽ ജനതയിലെ ഒരു സ്ത്രീ, അവളാണ് സ്ത്രീ എന്ന് വിളിക്കപ്പെടാൻ ഏറ്റവും യോഗ്യ. ആരാണത്? പരിശുദ്ധമ്മ. എന്തുകൊണ്ടാണ് പരിശുദ്ധമ്മ സ്ത്രീ എന്ന് വിളിക്കപ്പെടാൻ ഏറ്റവും യോഗ്യതയുള്ളവള്? ദൈവത്തിന്റെ മനസ്സനുസരിച്ച സ്ത്രീ. ദൈവത്തിന്റെ മനസ്സനുസരിച്ചുള്ള സ്ത്രീ, ഫിയാത്തിന്റെ സ്ത്രീ. അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ എന്ത് വിചാരിക്കുന്നു? അങ്ങനെ സംഭവിക്കട്ടെ. ഫിയാത്തിന്റെ സ്ത്രീ. 2 ഓക്കെ, അതെല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു തീർക്കുകയാണ്. രക്ഷകനെ ലോകത്തിന് നൽകിയ സ്ത്രീ. പ്രിയപ്പെട്ടവരെ, സ്ത്രീ എന്ന പേരിന് ഏറ്റവും അർഹയായവൾ മറിയം തന്നെ. ദ വുമൺ എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് മേരി, ദ വുമൺ. വെറുതെ അല്ല. ഈശോ തന്റെ അമ്മയെ എത്ര പ്രാവശ്യം വിളിച്ചേ?
രണ്ടു പ്രാവശ്യം അല്ലേ? നിങ്ങളുടെ മക്കള് നിങ്ങളെ സ്ത്രീ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. പക്ഷേ നോക്കണം, കാനായിലെ കല്യാണ വേളയില് ഈശോ മറിയത്തെ വിളിച്ചത് സ്ത്രീയേ എന്നാണ്. അതെന്താണാവോ അതിന്റെ അർത്ഥം? എന്താണാവോ അതിന്റെ അർത്ഥം? സ്ത്രീ, ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ. ഉൽപ്പത്തി 3:15 ദൈവം പ്രഖ്യാപിച്ച, ദൈവം പറഞ്ഞ ആ സ്ത്രീ, സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും. അതുകൊണ്ട് സ്ത്രീയെ എന്ന് ഈശോ ഓരോ പ്രാവശ്യവും വിളിച്ചപ്പോഴും ഈശോ അതിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ഐ ആം ദ സൺ, ഐ ആം ദ റിഡീമർ, ഐ ആം ദ വൺ ഹൂ ഡിസ്ട്രോയ്സ് സൈറ്റൻ. വളരെ വ്യക്തമായും സ്ത്രീ എന്ന വിളിയിലൂടെ ഉൽപ്പത്തി 3:15 കണക്ട് ചെയ്ത് ഈശോ തന്റെ റോളിനെ ഈശോ പ്രകടമാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കാൽവരിയിൽ കുരിശിൽ തൂങ്ങിക്കിടന്ന നേരത്തും ഈശോ വിളിച്ചു എന്ത്? സ്ത്രീയെ. അപ്പോഴാണ് ശരിക്കും കുതികാലിൽ പരിക്കേറ്റ് കിടക്കുന്നതെന്ന് ഓർക്കണം. എങ്ങനെ? കുതികാലിൽ പരിക്കേറ്റ് കിടക്കുന്ന സന്തതി. കാനായിലെ കല്യാണ വേളയിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർക്കണം, എന്റെ സമയം ആയിട്ടില്ല, എന്റെ സമയം ഇനിയുമായിട്ടില്ല. എന്താണാവോ ആ സമയം? ഈ കുരിശിനോട് അടുത്ത നേരത്ത് ഈശോ പറഞ്ഞു, ഇതാ സമയം സമയമായിരിക്കുന്നു, ഇതാ സമയമായി, സമയം, സമയം. പ്രിയപ്പെട്ടവരെ നോക്കൂ, അപ്പൊ കാനായും കാൽവരിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. കാനായിലെ സ്ത്രീ വിളിയും കാൽവരിയിലെ സ്ത്രീ വിളിയും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ സ്ത്രീ, മൂന്നാമത്തെ അർത്ഥം വ്യക്തമായി നമ്മൾ കാണുന്നു, പരിശുദ്ധ അമ്മയിലാണ്. അതാണ് സ്ത്രീ വിളിയുടെ ഏറ്റവും ഉന്നതമായ രൂപം. ഇനി നാലാമത്തെ അർത്ഥം എന്താണാവോ? പോട്ടെ, അവിടെ നിൽക്കട്ടെ. നമ്മള് അവിടുന്ന് ആ സ്ത്രീ വിളി, പരിശുദ്ധ അമ്മയുടെ സ്ത്രീ വിളിയിൽ 2 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. 3 ഗലാത്യ 4:4 ഒന്ന് വായിക്കാമോ? ഗലാത്യ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി. പൗലോസിന് മറിയത്തിന്റെ പേരറിയാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി. പക്ഷേ അവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലത് സ്ത്രീയാണ്. കാരണം ഉൽപ്പത്തി 3:15 കൃത്യം കണക്ഷൻ പോകും. കാലസമ്പൂർണത വന്നപ്പോൾ. അപ്പൊ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യമായി അത് പറഞ്ഞ ഒരു സമയമുണ്ട്. പിന്നിതാ ഇപ്പോൾ കാലസമ്പൂർണത വന്നപ്പോൾ അവൻ സ്ത്രീയിൽ നിന്നു ജാതനായി. പ്രിയപ്പെട്ടവരെ, ഈശോയെ ലോകത്തിന് നൽകിയവളാണ് മറിയം. സുവിശേഷ പ്രഘോഷണം എന്നാൽ ഈശോയെ കൈമാറലാണ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധമ്മ ഈശോയെ ഉദരത്തിൽ സംവഹിച്ചിട്ട് ആ ഉദരത്തിൽ നിന്ന് ലോകത്തിലേക്ക് അമ്മ കൈമാറി എന്നു മാത്രമല്ല ഈശോയെ പലർക്കും അമ്മ കൈമാറി. അത് നമുക്ക് കാണാം. ഇനി നമുക്ക് സ്ത്രീ വിളിയുടെ 4ാം അർത്ഥത്തിലേക്ക് കടക്കാം. എന്താണ് 4ാമത്തെ അർത്ഥം സ്ത്രീ വിളിയുടെ? സഭയാണോ അതോ വെളിപാടിലെ സ്ത്രീയാണോ? വ്യക്തമാണ് സഭ. പ്രിയപ്പെട്ടവരെ, വെളിപാടിലെ സ്ത്രീ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മറിയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറയാതിരുന്നത്. കാരണം വെളിപാടിലെ സ്ത്രീ അതിൻ്റെ പ്രാഥമിക അർത്ഥം സഭയാണ്. സെക്കൻഡറി മീനിങ്ങുമായിട്ട് മാത്രമേ നമുക്കതിനെ മരിയൻ മീനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. കാരണം എന്താ? വെളിപാട് പുസ്തകം സഭയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഒരുപക്ഷെ അപ്പസ്തോല പ്രവർത്തനങ്ങൾക്ക് വേണമെങ്കിൽ പാരലലായി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്ത്?
വെളിപാട് പുസ്തകം. സഭയുടെ ജീവിതം. പക്ഷെ ഓർക്കണം, സഭയുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ്. റോമാ ചക്രവർത്തിമാര് 10 ചക്രവർത്തിമാര് തുടരെ 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 സഭയെ പീഡിപ്പിച്ച ഒരു ചരിത്രമാണ്. ആ പീഡനങ്ങളിലും സഭ എങ്ങനെ ഉറച്ചു നിൽക്കണം? എന്തുകൊണ്ടാണ് സഭയെ പീഡിപ്പിക്കുന്നത് റോമൻ ചക്രവർത്തിമാര്? പഴയ പാമ്പിന്റെ ഏർപ്പാടാണ്. കുതികാല് വെട്ടാനാണ്, അല്ലെങ്കിൽ കുതികാലിൽ പരിക്കേൽപ്പിക്കാനുള്ള ശ്രമമാണ്. മനുഷ്യരെ ലജ്ജിപ്പിക്കാനുള്ള ശ്രമമാണ്. സ്ത്രീ പ്രസവിക്കാനിരിക്കുന്ന കുഞ്ഞ്, വിഴുങ്ങാൻ നിൽക്കുന്ന സർപ്പം. ഉൽപ്പത്തി 3:15 പശ്ചാത്തലം വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വളരെ ശക്തമായി നിഴലിക്കുന്നു. പക്ഷേ ഇവിടെ വളരെ പ്രകടമായും സഭയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, സഭയുള്ളത് ഈശോയെ പ്രഘോഷിക്കാനാണ്, അതിനുവേണ്ടി മാത്രം. സഭയുള്ളത് സുവിശേഷം പ്രഘോഷിക്കാനാണ്, അതിനുവേണ്ടി മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈശോയെ ലോകത്തിന് നൽകുന്ന സഭ, ഈശോയെ സംസ്കാരങ്ങൾക്ക് നൽകുന്ന സഭ, ഈശോയെ സമൂഹങ്ങൾക്ക് നൽകുന്ന സഭ, ആ സഭയാണ് സ്ത്രീ. എന്തിനു വേണ്ടിയാണ് സഭയുള്ളത് എന്ന് ചോദിച്ചാൽ, ഈശോ സഭയോട് കൽപ്പിച്ചത് എന്ത് എന്നോർത്താൽ മതി. ഏറ്റവും ഒടുവിൽ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അനുസരിച്ച്, എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവാൻ, മത്തായിയുടെ സുവിശേഷം അനുസരിച്ച്. പ്രിയപ്പെട്ടവരങ്ങനെ ഈശോയെ ലോകത്തില് അവസാനത്തെ ആൾക്ക് വരെയും, ലോകത്തിന്റെ അവസാന മൂല വരെയും കൊടുക്കാൻ, ബോത്ത് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ, ഈശോയെ കൊടുക്കാനുള്ളവളാണ് സഭ. അഥവാ സ്ത്രീ സന്തതിയെ പ്രസവിക്കാനുള്ളവൾ, സഭ ഈശോയെ പ്രഘോഷിക്കാനുള്ളവളാണ്. ഇതാണ് സ്ത്രീ എന്നുള്ള പദത്തിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. ഇനി നമുക്ക് തിരികെ വരാം. ഈ മൂന്നാമത്തെ ആ സ്ത്രീ കൺസെപ്റ്റിലേക്ക് തന്നെ തിരികെ വരാം. ഈശോയെ ലോകത്തിന് ഫിസിക്കലായി കൊടുത്തവൾ, ഈശോയെ ലോകത്തിന് ഫിസിക്കലായി കൊടുത്തവൾ. ശരി, നമുക്ക് ആ മറിയത്തിലേക്ക് വരാം. സുവിശേഷ പ്രഘോഷണവും പരിശുദ്ധ കന്യക മറിയവും. ഒന്നാലോചിച്ച് നോക്ക്. പരിശുദ്ധമ്മ, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരാൾ പറഞ്ഞു സ്നാപക യോഹന്നാന്റെ വീട്ടിലേക്ക് പോയ കാര്യം. അത് വളരെ ശരിയാണ്. നോക്കണം, കുഞ്ഞ് ജനിച്ചിട്ട് പോലും ഇല്ലെന്ന് ഓർക്കണം. ഉദരത്തിൽ ഉരുവാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓ, എന്തൊരു മറിയാണ്! ഉദരത്തിൽ ഉരുവാകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ മറിയത്തിന് പിടിച്ചേക്കാൻ പറ്റില്ല. മറിയത്തിന് കൊടുക്കണം, ഈശോയെ കൊണ്ടുപോയി കൊടുക്കണം. സ്നാപകൻ 6 മാസം പ്രായം കൂടുതലാ. പക്ഷേ തൻ്റെ ഉള്ളിൽ ഉരുവായി വരുന്ന ഈശോ ഭ്രൂണത്തെ, എന്താ അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കി. തൻ്റെ ഉള്ളിൽ ഉരുവായി വരുന്ന ഈശോ ഭ്രൂണത്തെ ഏലിശാമ്മയുടെ ഉള്ളിൽ ഉരുവായിരിക്കുന്ന 6 മാസം പ്രായമായ ഷെയ്പ്പൊക്കെ ആയ ആ സ്നാപകനെ കൊണ്ട് പരിചയപ്പെടുത്താൻ പോവുക. മുന്നോടിക്ക് മുന്നോടിയായവൾ. എങ്ങനെ മുന്നോടിക്ക് മുന്നോടിയായവൾ. ആരാ മുന്നോടി? സ്നാപയോഹന്നാന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോ പോലും സ്നാപകയോഹന്നാന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുത്തു മറിയം. ഒന്നാലോചിച്ച് നോക്കുക. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാ. സുവിശേഷ പ്രഘോഷണത്തിന്റെ തിടുക്കം, ഈശോ പ്രഘോഷണത്തിന്റെ തിടുക്കം, ആത്മാഭിഷേകത്തിന്റെ തിടുക്കം. ഞാന് ബൈബിള് പഠിക്കാൻ പോയപ്പോൾ ആദ്യമായി പഠിച്ച ഫ്രേസ് ഇതാണ്.
ഈ തിടുക്കത്തിൽ എന്ന പ്രയോഗമാണ് വളരെ അന്ന് ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. തിടുക്കത്തിൽ. എത്ര 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 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് അറിയാമോ? എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് അറിയാമോ? ഈ നസ്രത്ത് മുതൽ ഐൻകരം വരെ, സ്നാപയോഹന്നാന്റെ വീട് വരെ എത്രയാണ്? സാറേ പറഞ്ഞു. 41. ഓ, അത് വളരെ കുറഞ്ഞു പോയി. 167 കിലോമീറ്റർ. ഇപ്പോഴും അളന്നു നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോഴും കിടപ്പുണ്ട് ഈ സ്ഥലമൊക്കെ. അപ്പോ നസ്രത്ത് മുതൽ ഐൻകരം വരെ 167 കിലോമീറ്ററുകളുണ്ട്. ഒരു പ്രേഷിത താണ്ടേണ്ട മരിയൻ ഡിസ്റ്റൻസ് ആണത്. 167 കിലോമീറ്റേഴ്സ് മരിയൻ ഡിസ്റ്റൻസ്. മനസ്സിൽ എപ്പോഴും വേണം. ഒന്നാലോചിച്ച് നോക്ക്. മരിയൻ ഡിസ്റ്റൻസ് 167 കിലോമീറ്ററുകൾ ഈശോയെ പ്രഘോഷിക്കാനായി പാഞ്ഞു പോവുകയാണ് മറിയം. എങ്ങനെ എത്തിക്കാണും? എത്ര നാൾ കൊണ്ട് എത്തിക്കാണും? അതും ഒരു കുഞ്ഞ് ചെറുപ്പക്കാരി, ഒരു ടീനേജർ അല്ലേ ഈ പെങ്കൊച്ച്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞോളൂ കേട്ടോ. 3 മാസമെങ്കിലും എടുത്തു കാണുമായിരിക്കും. ഒരു നിശ്ചയില്ല, ഒരാൾക്കും നിശ്ചയില്ല. ഏതായാലും എനിക്ക് തോന്നുന്നു അത്ര എടുത്തു കാണില്ല. കാരണം എന്താന്ന് വെച്ചാൽ 3 മാസം വരെ ശുശ്രൂഷ ചെയ്തു എന്ന് കൃത്യം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം മുഴുവൻ നിന്നു എന്നാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് ആ ഇടയ്ക്ക് തന്നെ അവിടെ നിന്നൊരു കാരവൻ പുറപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ കാരവൻ പുറപ്പെട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ കാള ഒക്കെ വലിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോ കാരവനിൽ പലര് പോകുന്നുണ്ട്. അതിൽ കൂടെ മറിയവും പോയി കാണും. ഒരു പക്ഷേ ഒരു 167 കിലോമീറ്റർ താണ്ടാൻ ഒരു കാരവൻ കൊണ്ട് 2 ആഴ്ചയുടെ അപ്പുറം പോകേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ആഴ്ചയുടെ അപ്പുറം പോകേണ്ടി വരില്ല. ഏതായാലും ഇതെല്ലാം ഊഹങ്ങളാണ് കേട്ടോ. എന്തു ആവട്ടെ. ഇനി ചെന്ന പാടെ എന്താ സംഭവിച്ചേ? അഭിവാദനം കേട്ടത് ശിശു. അല്ല, അപ്പൊ അഭിവാദനം ചെയ്തു, ശരിയല്ലേ? മാതാവ് ഒരു മിഷനറിയുടെ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. ഒരു മിഷനറിയുടെ സ്റ്റെപ്പുകളാണ്. മിഷൻ സ്റ്റാർട്ട്സ് വിത്ത് എ സ്മൈൽ. എങ്ങനെ മിഷൻ സ്മൈൽ. ഒരു പുഞ്ചിരിയിലാണ് പ്രേഷിതത്വം ആരംഭിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ, നിങ്ങൾ അടുത്ത വീട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ അതിലെ പാസ് ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പരിചയമില്ലാത്തവരെ കാണുമ്പോൾ, സ്മൈൽ ഈസ് ദ ബിഗിനിങ് ഓഫ് മിഷൻ. അഭിവാദനം എന്ന് അവിടെയുള്ളത്. എന്തിനാണ് ഈ ലോകത്ത് അഭിവാദനങ്ങൾ ഉള്ളതെന്ന് അറിയാവോ നിങ്ങൾക്ക്? എന്തിനാണ്? എന്തോ അറ്റൻഷൻ കിട്ടാൻ, ഭയം മാറ്റാനാണ് പ്രിയപ്പെട്ടവരെ. ഭയം മാറ്റുക എന്നുള്ളത്. ലോകത്തിൽ ഏത് ഗ്രീറ്റിംഗും ആലോചിച്ച് നോക്കൂ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഇന്ത്യയിലുണ്ട് നമസ്തേ, അല്ലേ? പരിചയമില്ലാത്ത ഒരാളെ കണ്ടാൽ നമസ്തേ എന്ന് പറയുമ്പോ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? നിന്നിലുള്ള ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നു. നമ അല്ലേ? ഞാനല്ല, എന്റെ ഇഷ്ടമല്ല. മ തേ, നിന്റെ, നീയാണ്. യു ആർ ദി ഇമ്പോർട്ടന്റ് വൺ. ഐ ആം ഹിയർ ടു സെർവ് യു. ഇതാണ് ഓരോ ഗ്രീറ്റിംഗിലൂടെയും ഒരാൾ മറ്റേയാളോട് പറയുന്നത്, ഡോണ്ട് വറി, ഐ ആം ഹിയർ അറ്റ് യുവർ ഡിസ്പോസൽ, അറ്റ് യുവർ സർവീസ്. ഇതാണ് ഓരോ ഗ്രീറ്റിംഗിലും പറയുന്നത്. ഞാൻ ഇവിടെ ഉള്ളത് നിന്നെ സഹായിക്കാനാണ്, നിനക്ക് ഭയം വേണ്ട. കാരണം എന്താന്ന് വെച്ചാൽ ഈ അപരിചിതത്വത്തിന്റെ അനിവാര്യമായ വികാരം ഭയമാണ്. അപരിചിതത്വത്തിന്റെ അനിവാര്യമായ വികാരം ഭയമാണ്. ഭയത്തോടെയാണ് ഒരാള് അപരിചിതമായ ഇടങ്ങളിലൂടെ പോകുന്നത്, അപരിചിതരായ ആളുകളെ കാണുന്നത്, അപരിചിതമായ ഇടങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ ഒക്കെ എത്തുന്നത്. അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ് ഗ്രീറ്റിംഗ് വരുന്നത്. നോക്കണം, ഇറ്റലിക്കാര് ചാവോ എന്നാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. ചാവോ. എവിടുന്നാ ചാവോ വരുന്നതെന്നറിയാവോ? അവരുടെ ഇറ്റാലിയൻ പ്രൊഫസേഴ്സ് പറയുന്നത് സ്കിയാവോ എന്നിൽ നിന്നാണ്. സ്കിയാവോ, SCHIAO. അതാണ് പിന്നീട് CIAO ആയിട്ട് മാറിയത്.
സ്കിയാവോ. സ്കിയാവോ മീൻസ് അടിമ. അർത്ഥം എന്താ? ഞാൻ നിന്റെ അടിമയാണ്. ഇത് തന്നെയാണ് നിങ്ങൾ ജർമ്മൻ പരിസരത്തൂടെ പോയാൽ, പ്രത്യേകിച്ച് ബയേൺ ഏരിയയിലൂടെ പോയാൽ, വരുന്ന ആരും, നിങ്ങളെ ആര് കണ്ടാലും പറയും സെർവൂസ്. അവരുടെ ഗ്രീറ്റിംഗ് അങ്ങനെയാ, സെർവൂസ്, സെർവൂസ്. സെർവൂസ് എന്ന് പറഞ്ഞാൽ ലാറ്റിനാണ്. എന്താ അർത്ഥം? സെർവന്റ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ആ ഗ്രീറ്റിംഗ് ഉണ്ടല്ലോ, അത് ഷലോം എന്നാണ്. സെമിറ്റിക് ഭാഷയിലെ ഗ്രീറ്റിംഗ് ഷലോം എന്നാണ്. ഷലോം, ഷലോം, സമാധാനം, ഷലോം. പ്രിയപ്പെട്ടവരെ, ഷലോം എന്ന് വയ്ക്കുമ്പോൾ തന്നെയും അർത്ഥം എന്താ? മറ്റേയാളെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയാണ്. ശരിയാണ്, എലിസബത്ത് അമ്മയും മറിയവും തമ്മിൽ അപരിചിതത്വമൊന്നുമില്ല, അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അവിടെ ഇല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുഞ്ചിരിയിലാണ് മിഷൻ ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് മരിച്ചുപോയ എൻ്റെ പ്രിയപ്പെട്ട ലില്ലി ചേച്ചിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. 83 വയസ്സ്. ലില്ലി ചേച്ചി മരിച്ചു. പക്ഷെ എവിടെയും ആരുടെയും അടുത്തും ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നയാൾ. 2009 എന്നെ കാണാൻ സെമിനാരിയിൽ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, എനിക്കൊരു ആത്മാവിനെ കിട്ടിയിട്ടാണ്. 4 സ്റ്റോപ്പ് മാത്രം ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്ത ലില്ലി ചേച്ചിയാ പറയുന്നത്. ആലുവയിൽ നിന്ന് UC കോളേജിലേക്ക് 3ഓ 4ഓ സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോ സംഭവം ഇതാണ്, കയറിയപ്പോ തന്നെ ഒരു സീറ്റ് കിട്ടി. അടുത്ത് ഒരു പെങ്കൊച്ചിരിക്കുന്നു, നല്ലൊരു ചിരിയൊക്കെ ചിരിച്ചു. ലില്ലി ചേച്ചിയുടെ നല്ല ചിരി ചിരിച്ചു. അവൾ പേരൊക്കെ ചോദിച്ചു. അങ്ങനെ അപരിചിതത്വം മാറി. പെട്ടെന്ന് അവൾക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു. അവൾക്ക് സ്ഥിരം വരാറുള്ള ഒരു തലവേദന. ആ തലവേദന വന്നാൽ ബോധം പോകും. അതാണ് അവളുടെ അനുഭവം. അത് തന്നെയാണ് എന്നൊരു സംഗതി. സ്ഥിരമെന്നല്ല, വല്ലപ്പോഴേ വരാറുള്ളത്രേ. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ബോധം പോകും, ഉറപ്പാണ്. അവൾക്ക് ഉറപ്പാണ് ഇത് അതേ തലവേദനയാണ്. എന്നിട്ട് അപ്പോ ആകെ പകച്ചോൾ, ഒറ്റക്ക് ഒന്നും. അപ്പോ ഈ അമ്മച്ചി അവളോട് പറഞ്ഞു, മോളെ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിനക്ക് ബോധം പോയാലും ഞാൻ നിന്നെ കെയർ ചെയ്തോ, ഡോണ്ട് വറി. നീ ഒരു കാര്യം ചെയ്ത് എൻ്റെ മടിയിലേക്ക് തലവെച്ച് ഒന്ന് വിശ്രമിച്ചോളാം. അങ്ങനെ ആ പെങ്കൊച്ച, അവള് 10-20 വയസ്സുള്ള പെങ്കൊച്ച, ഏതോ പേര് കേട്ടിട്ട് അതിൻ്റെ പെങ്കൊച്ച, അന്ന് പറഞ്ഞതിൻ്റെ തലയിൽ മടിയിൽ തലവെച്ച് ആ കുട്ടി കിടക്കാണ്. അപ്പോ ലില്ലി ചേച്ചിയുടെ മനസ്സിൽ ഒരു തോന്നല്. അവളോട് ചേച്ചി പറയുന്നു, മോളെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു. ഈശോയോടാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈശോ ഇപ്പോൾ ഈ ബസ്സിൽ നമ്മുടെ കൂടെയുണ്ട്. ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചയാളും കൂടിയാണ്. അപ്പൊ ആ ഈശോയോടാ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എൻ്റെ ഈശോയെ, എൻ്റെ മോള് ഇപ്പൊ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. പക്ഷെ അങ്ങക്ക് ഇപ്പൊ ഇവിടെ വെച്ച് അവളെ സുഖപ്പെടുത്താൻ കഴിയും. ഈശോയെ, ഇപ്പൊ ഇവളെ സുഖപ്പെടുത്തും. ഭയങ്കര കർശനമായിട്ട് ഈശോയോട് ലില്ലി ചേച്ചി പറഞ്ഞ് ഇപ്പൊ ഇവിടെ വെച്ച് ഇത് മാറ്റിക്കൊടുക്കണം. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഇവളുടെ തലയിൽ കൈവച്ച് ലില്ലി ചേച്ചി ആഘോഷമായിട്ട് പ്രാർത്ഥിച്ചു. ബസ്സിലാണെന്ന് ഓർക്കണം, ഇപ്പുറമൊക്കെ ആളുകളുണ്ടാവും. ലില്ലി ചേച്ചിക്ക് അതൊന്നും പ്രശ്നമല്ല. പ്രാർത്ഥിച്ചു. നൊടിയിടയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പെൺകൊച്ച് വളരെ സ്മാർട്ടായി. അവള് എല്ലാ പ്രശ്നവും മാറി. അവള് നേരെ ഇരുന്നിട്ട് പറഞ്ഞു, ഓ അമ്മച്ചി, അത് വലിയൊരു സംഭവമാണ് കേട്ടോ, ഞാൻ ഒട്ടും ഓർത്തില്ല. അങ്ങനെ ഉണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല ഇപ്പോ. ആപ്പിൾ ചേച്ചി പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഈശോ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചേച്ചിക്ക് ഇറങ്ങി പോകേണ്ട സ്ഥലമായി UC കോളേജിൽ. അപ്പോ ബാഗ് തുറന്ന് ഒരു പടം എടുത്ത് ഈശോയെ കൊടുത്തു. ഈശോയെ ആ പടം എടുത്ത് അവൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഈശോയാ, നീ പ്രാർത്ഥിക്കണം, എന്താവശ്യം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കണം, ഈശോ എൻ്റെ കൂടെയുണ്ട്. അതും പറഞ്ഞ് ചേച്ചി സന്തോഷത്തോടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക. അന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ആ പുഞ്ചിരിയിലാണ്, ആ സ്നേഹത്തിലാണ്, ആ ഒരു ഹൃദ്യതയിലാണ് മിഷൻ ആരംഭിക്കുന്നത്. അതുകൊണ്ട് മിഷണറിമാർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഗ്രീറ്റിംഗ് എന്നതാണ്, അഭിവാദനം.
അഭിവാദന മനസ്സ്. അഭിവാദനം എന്ന് വെച്ചാൽ ഈ വദനത്തോട് ചെയ്യുന്നതാണ് അഭിവാദനം. അപ്പോ മുഖത്തോട്, കണ്ണിൽ നോക്കാൻ കഴിയുക എന്നുള്ളതാണ്. മുഖത്തോടാണ്, അഭിവാദനമാണ്. അതുകൊണ്ട് ഈ ഒരു മനസ്സ്. ഇനി എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചേ? എലിസബത്തിനുള്ളിൽ ശിശു കുതിച്ചു ചാടി. എന്തുകൊണ്ടാണ് അവ കുതിച്ചു ചാടിയത്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്നുള്ളതിന്റെ തെളിവെന്താ? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി ഉദ്ഘോഷിച്ചു, സ്ത്രീകളിൽ അത് ശരി. ഞാൻ ചോദിക്കുന്നത്, സ്നാപക യോഹന്നാൻ ഭ്രൂണം 6 മാസമായ ഉള്ളി കിടക്കുന്ന കുഞ്ഞിന് കുതിച്ചു ചാട്ടം പരിശുദ്ധാത്മാവ് നിറഞ്ഞതായ കൊണ്ടാണെന്നുള്ള തെളിവെന്താണ്? എടുത്തോളൂ. ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവിയിൽ കേട്ടപ്പോൾ ഉദരത്തിൽ സന്തോഷിച്ചു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക തന്നെ 1:15 ഒന്ന് വായിച്ചേ. ലൂക്ക 1:15. സ്നാപകനിൽ സംഭവിച്ചത് എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവും. ലൂക്ക 1:15. 1:15. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. അതാണ്. ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നാണെന്നേ. അതായത് മറിയം പ്രേക്ഷിതയായി അങ്ങോട്ട് പോകുമെന്നും അത് വല്ലതും മാലാഖ പറഞ്ഞോ? പോയി അവിടെ ചെല്ലണം എന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സക്കറിയായോട് മാലാഖ പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതായത്. അത് മറിയത്തിന്റെ 167 കിലോമീറ്റർ താണ്ടിയുള്ള യാത്രയും ഒരു അഭിവാദനവും അതിന് വേണ്ടിയിരുന്നു. ഭ്രൂണത്തെ തിരിച്ചറിഞ്ഞു, മുന്നോടി പിന്നെ വരുന്നവനെ തിരിച്ചറിഞ്ഞു. ആ നേരത്ത് മുന്നോടിയിൽ ആത്മാഭിഷേകം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് ഈശോയെ പരിചയപ്പെടുത്തൽ മാത്രമല്ല, ആത്മാഭിഷേകത്തിന്റെ നിമിഷം കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ കർത്താവേ, എന്നെ സുവിശേഷം പ്രഘോഷിക്കാനായി അങ്ങ് എന്തെല്ലാം മേഖലകളിൽ ഉപയോഗിക്കുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, അവിടെ സംഭവിക്കുന്നത് ഈശോയോടുള്ള സ്നേഹത്താൽ അവരെരിയുന്നു എന്ന് മാത്രമല്ലല്ലോ, അവിടുത്തെ ആത്മാവിനെ അവർ സ്വീകരിക്കുന്നു എന്ന് കൂടിയാണ്. നോക്കൂ, പരിശുദ്ധമ്മയുടെ പ്രേക്ഷിതത്വത്തെ ഞാൻ ഈ ഭാഗങ്ങൾ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, പരിശുദ്ധമ്മ സുവിശേഷം പ്രഘോഷിച്ചു. പക്ഷെ ആ പ്രഘോഷണം ഉള്ളിലെ ആ ഈശോയെയും കൊണ്ടുള്ള യാത്ര കൊണ്ടും അതിനെടുത്ത കഷ്ടപ്പാട് കൊണ്ടും അവിടെ ചെന്ന് സ്നേഹത്തോടെ അഭിവാദനം ചെയ്തുകൊണ്ടും ആയിരുന്നു എന്നോർക്കുക. അവിടെ യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം നടന്നു. അവിടെ ഈശോ പ്രഘോഷിക്കപ്പെട്ടു. അവിടെ ആത്മാവ് നിറഞ്ഞു. അത് സ്നാപകനിൽ മാത്രമല്ല, സ്നാപകനെ ഉദരത്തിൽ വഹിച്ചിരുന്ന ഏലീശാമ്മയിലും അതേ അനുഭവം ഉണ്ടായി. അവിടെയാണ് ആത്മനിറവിൽ ഏലീശാമ്മ പ്രഘോഷിക്കുന്നത്, ഓ എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് അവിടെ ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, യേശുവിനെയും കൊണ്ട് പോകുന്ന ഓരോരുത്തരും ഭാഗ്യവും കൊണ്ടാണ് പോകുന്നത്, മറക്കരുത്. എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്കവിടെ ഉണ്ടായി. ആത്മനിറവിൽ പരിശുദ്ധ അമ്മയെ പ്രഘോഷിക്കുക. ബൈബിളിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമാണെന്ന് യെശയ്യാ പ്രവാചകനിൽ നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. അത് തന്നെ റോമക്കാരുടെ ലേഖനത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രഘോഷിക്കുന്ന മരിയൻ ഒരു 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 പ്രോജക്റ്റ് അങ്ങനെയുണ്ട്. ഒരു മരിയൻ ബ്ലൂ പ്രിന്റ് ഉണ്ട്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു മരിയൻ ബ്ലൂ പ്രിന്റ് ശരിക്ക് ശ്രദ്ധിച്ചാൽ, ആഴത്തിൽ പഠിച്ചാൽ, നന്നായി ധ്യാനിച്ചാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു സുവിശേഷ പ്രഘോഷണ രീതിയാണ്. ശ്രദ്ധാപൂർവ്വം ഞാനിപ്പോ പറയുന്നത് വളരെ ചുരുക്കിയാണ്. വളരെ കുറച്ചു കാര്യങ്ങൾ പറയാനുള്ള സമയമേ നമുക്കുള്ളൂ. പക്ഷേ നിങ്ങൾ ദൈവവചനവുമായി ഇരുന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു മരിയൻ മിഷനറി
ബ്ലൂ പ്രിന്റ് കണ്ടുപിടിക്കുക. നിങ്ങൾ പ്രത്യേകിച്ച് കുടുംബനാഥകള്, വീട്ടമ്മമാരുടെ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു മരിയൻ ബ്ലൂ പ്രിന്റ് വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്നേ, വളരെ പ്രകടമായിട്ടുണ്ടെന്നേ. ഇനി ആ പരിശുദ്ധമ്മ അവിടെ താമസിച്ചു അല്ലേ, 3 മാസം വരെ ശുശ്രൂഷ ചെയ്തു. ശരിയാണ്, മാതാവ് ഓടി വന്നത് മറ്റേ ഒന്നും ആലോചിച്ചിട്ടായിരിക്കില്ല. മാതാവ് ഓടി വന്നത് എലീശാമ്മയ്ക്ക് സഹായം ആവശ്യമുണ്ട് എന്ന ചിന്ത കൊണ്ടാണ്. അവിടെ ഒരു കെറുവും ഇല്ലായിരുന്നു. 6 മാസമായിട്ട് ഒരു കെറുവും കാണിച്ചില്ലല്ലോ. ഒരാളെങ്കിലും വിട്ട് പറയായിരുന്നല്ലോ എലീശാമ്മേ, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയല്ലേ, 6 മാസം സ്വർഗത്തിൽ നിന്ന് ആള് വരേണ്ടി വന്നു. ഞാൻ അറിയാൻ കെറുവുണ്ടോ? ഇല്ല. സഹായത്തിനായിട്ട് ക്ഷണിച്ചില്ല, വിളിച്ചില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രിയപ്പെട്ട ഒരു മിഷണറി മനസ്സുള്ളവർക്ക് അത്തരത്തിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു കുശുമ്പുകൾ, കുഞ്ഞു കുഞ്ഞു കെറിവുകൾ, അതൊക്കെ നമുക്ക് വലിച്ചെറിയാൻ കഴിയണം. ക്ഷണക്കത്ത് കിട്ടില്ലാത്ത പരിശുദ്ധമ്മക്ക് എവിടെയാ ക്ഷണക്കത്ത് കിട്ടിയത്? എവിടെയാ കിട്ടിയത്? ഒരാവശ്യമില്ലെന്നേ. കാനായിലെ കല്യാണം വരുന്നു നോക്കിയേ, കാനായിലെ കല്യാണം വരുന്നു. ക്ഷണക്കത്ത് കിട്ടിയത് ആരൊക്കെ ഉണ്ടത് കൃത്യം പറയുന്നുണ്ട് അവിടെ. ആരൊക്കെയാ? യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു, അങ്ങനെ പറയുന്നില്ലേ? യേശു ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. മറിയമോ പറയുന്നില്ലെന്ന് മാത്രമല്ല, കൃത്യം മറിയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വായിക്ക്. മറിയവും അവിടെ ഉണ്ടായിരുന്നു. മറിയ അവിടെ ഉണ്ടായിരുന്നു. മറിയത്തിന് ക്ഷണക്കത്തിന്റെ മറിയ അവിടെ ഉണ്ടായിരുന്നു. മറിയം ആ പരിസരത്ത് എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും മറിയ അവിടെ ഉണ്ടാവും. കാരണം എന്താണെന്നറിയാവോ? മറിയത്തിന്റെ റിലേറ്റീവ് ആയിരുന്നായിരിക്കും. ഇറ്റ്സ് ഓക്കെ, മറിയത്തിന്റെ റിലേറ്റീവാണ് ഇവിടെ. കാനായെ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറിയത്തിന് ക്ഷണക്കത്തുകളുടെ ആവശ്യമില്ലെന്നേ. അമ്മ മനസ്സ്, കുടുംബത്തിലെ അമ്മമാരുടെ പ്രേഷിതത്വത്തിന് ഏറ്റവും സഹായകമായ ഒന്നാണ് അമ്മ മനസ്സ്. അമ്മ മനസ്സാണ് ഏറ്റവും വലിയ ക്ഷണക്കത്ത്. അതുകൊണ്ടല്ലേ ചില സിസ്റ്റർമാര് അവരെ കാണുമ്പോ കുടിയന്മാർ ഓടും. എനിക്കറിയാം, അങ്ങനെ അറിയാവുന്ന കൂട്ടരുണ്ട്. അതുപോലെ ഈ സ്കൂട്ടറിനും ബൈക്കിനൊക്കെ വന്നെ, അല്ലെ സൈക്കിളിന് വന്നെ, എടാ ഒന്ന് എന്നെ അവിടെ വരെ ഒന്നാക്കി തന്നെ എന്ന് പറയുന്ന ഒരു അമ്മ മനസ്സുണ്ട്. ഭയങ്കരാണത്. എന്നിട്ട് കുടിയന്മാര് കയ്യിൽ പെട്ടാലുണ്ടല്ലോ കൊണ്ടുപോകും അവിടെ ഡി അഡിക്ഷൻ സെന്റർ. ഞാൻ പറഞ്ഞു വരുന്നത്, സഹായം, എന്റെ സഹായം ആവശ്യമുണ്ട്, ഇവിടങ്ങളിൽ ആവശ്യമുണ്ട്. നോക്കൂ, അമ്മ മനസ്സോടെ കാനായിൽ സന്നിഹിതയായ മറിയം ചെയ്തതെന്താ? കലവറയിലെ കഥനം തിരിച്ചറിഞ്ഞു. ഗസ്റ്റുകൾക്കൊന്നും അത് മനസ്സിലാവില്ല, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ മത്തക്കണ്ണാണെന്നേ, സ്നേഹത്തിന്റെ മത്തക്കണ്ണ്. എല്ലാം കാണും, കുറവുകൾ കാണും. അങ്ങനെ അവിടെ എന്നിട്ട് പറയാണ്, മോനോട് പറയാ, മോനെ അവർക്ക് വീഞ്ഞില്ല. കാനായിലെ വലിയ പ്രേഷിതത്വം മാതാവ് തുടങ്ങാണെന്ന് ഓർക്കണം. കാനായി മരിയൻ മിഷനാണത്. മേരി ദ മിഷണറി അറ്റ് കാന. മോനെ അവർക്ക് വീഞ്ഞില്ല. മാധ്യസ്ഥത്തിലൂടെയാണ് തുടങ്ങിയത്. പക്ഷേ ആ മാധ്യസ്ഥ്യം മനുഷ്യരുടെ കഥനമറിഞ്ഞിട്ട്, കലവറയിലെ ഇല്ലായ്മ തിരിച്ചറിഞ്ഞിട്ടുള്ള മാധ്യസ്ഥ്യമാണ്. മകനെ അവർക്ക് വീഞ്ഞില്ല. അപ്പോഴാണ് ആ വിഖ്യാതമായ പ്രയോഗം വരുന്നത്. എന്ത്? സ്ത്രീയെ എനിക്ക് എന്റെ സമയം ഇനിയും ആയിട്ടില്ല. നിങ്ങളാണ് നിങ്ങളുടെ മകനിൽ നിന്ന് അതുപോലൊരു വാക്യം കേൾക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നിനക്ക് പറഞ്ഞാൽ കേൾക്കാൻ പാടില്ലേ? ഒന്ന് അല്ലെങ്കിൽ നിന്റെ സമയമായിട്ടില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പോട്ടെ എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. ശരിയല്ലേ? നിന്റെ സമയമായിട്ടില്ല, ഓക്കെ, ഇപ്പൊ ഒന്നും പറയാനില്ല. മറിയ എന്താ ചെയ്തേ? തിരിഞ്ഞു നിന്നിട്ട്, ഒരു നിൽപ്പാ നിന്നേ, തിരിഞ്ഞു നിന്നിട്ട് സേവകന്മാരോട് പറഞ്ഞു. എന്തെന്ന്? താനീ അമ്മയാണ്, താനീ അമ്മ. അതായത് ഈ അവനോട് ഗുസ്തി പിടിക്കാൻ പോയില്ല. അവനോട് ഗുസ്തി പിടിക്കാൻ പോകാതെ സേവകരോട് പറഞ്ഞു, അവൻ പറയും. മനസ്സിലായോ? അവൻ പറയും, നിങ്ങൾ അങ്ങട് അനുസരിച്ചാ മതി. അത് ശരിക്കും പറഞ്ഞത് ആരോടുള്ള പറച്ചില്ല? പ്രിയപ്പെട്ടവര്, പ്രേഷിതത്വത്തിൽ, സുവിശേഷ പ്രഘോഷണത്തിൽ
ജനത്തോടുള്ള സ്നേഹമുണ്ട്, ഈശോയോടുള്ള നിർബന്ധമുണ്ട്. അതൊരു ബന്ധമാണെന്നേ. ബന്ധത്തിൽ നിന്നാണ് അത് വരുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്യുക. അങ്ങനെ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അവിടുത്തെ മണവാളനായി, അവിടുത്തെ കേന്ദ്രമായി, കുടുംബത്തിന്റെ നാഥനായി, ആ പരിസരത്തിന്റെ ആശ്രയമായി ഈശോയെ പ്രഘോഷിക്കുന്ന മറിയം. ഓട്ടെ, അത് പിന്നെ പ്രായമായിട്ടാണെന്ന് വെക്കാം. ഈ നമ്മുടെ പൂജരാജാക്കന്മാരില്ലേ, ജ്ഞാനികൾ, മത്തായിയുടെ സുവിശേഷത്തില് ജ്ഞാനികള് ഈ മറിയത്തെ കാണാൻ വരുമ്പോൾ ഒരു പ്രത്യേക പ്രൈസ് അവിടെയുണ്ട്. എന്താണെന്ന് പറയാമോ? നിങ്ങളൊന്ന് നോക്കാവോ? മത്തായിയുടെ സുവിശേഷത്തില് പൂജരാജാക്കന്മാര് വരുന്ന ആ രംഗത്തിൽ അവർ ഭവനത്തിൽ പ്രവേശിച്ച്, ഓക്കെ, 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. എന്തൊരു രസമാണ് നോക്കിയേ. ഈ ജ്ഞാനികളുടെ കഥ പറയുമ്പോ മത്തായിക്ക് അമ്മയായ മറിയത്തോടു കൂടെ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മുടെ വിചാരം എന്താ? ഈ പൂജരാജാക്കന്മാര് എവിടെയാ വന്നത്? കാലിത്തൊഴുത്തിലാണെന്നല്ലേ നമ്മുടെ വിചാരം? ആണോ? അതെ. നമ്മുടെ ക്രിബൊക്കെ നമ്മൾ അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? അതില് പക്ഷെ ഇവിടെ വായിച്ചെന്താ? ഇവിടെ എന്താ വായിച്ചേ? ഭവനത്തിൽ പ്രവേശിച്ച്. അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ വിചാരത്തെ നമ്മളൊന്ന് പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഒരുപക്ഷെ ഈ പൂജരാജാക്കന്മാര് യേശുവിനെ കാണാൻ വരുമ്പോൾ ഏറ്റവും കൂടിയത് മാക്സിമം 2 വയസ്സ് വരെ യേശുവിനുണ്ടായിരുന്നിരിക്കാം. എന്താണ് അതിന്റെ തെളിവ്? കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ട്. കാരണം എന്താ? ഈ ഹേറോദ് ഈ പൂജരാജാക്കന്മാരോട് കൃത്യം അന്വേഷിച്ചു അല്ലേ? സൂക്ഷ്മമായി അന്വേഷിച്ചു. എന്താ സൂക്ഷ്മമായി അന്വേഷിച്ചത്? എപ്പോഴാണ് ദർശനം കിട്ടിയത്? നിങ്ങൾ നക്ഷത്രം കണ്ടത് എപ്പോഴാണെന്ന് കൃത്യം സൂക്ഷ്മമായി, ആ സമയമാണ് സൂക്ഷ്മമായി അന്വേഷിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത്. ഏതാണ്ടൊക്കെ 2 വയസ്സ് വരെയൊക്കെ പോയേക്കാം. അപ്പോ കൃത്യം പറയാനാവില്ല എങ്കിലും വ്യക്തമാണ് 2 വയസ്സ് വരെ പോയേക്കാം. അപ്പോ എങ്ങനെയാണ് അവര് യേശുവിനെ കണ്ടത്? അമ്മയായ മറിയത്തോടുകൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ചിത്രം എന്താണെന്നറിയാവോ? ഈശോയെ ആരാധിക്കാനായി പൂജരാജാക്കന്മാർക്ക് മുൻപിൽ അഥവാ ജ്ഞാനികൾക്ക് മുമ്പിൽ ഈശോയെ കയ്യിലെടുത്ത് ഇങ്ങനെ നിന്നത് മറിയമാണെന്നാണ്. ഈശോയെ പൂജരാജാക്കന്മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മറിയമാണ്. ഈശോയെ ആരാധിക്കാൻ മറിയം ഇങ്ങനെ ഈശോയെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു സൂപ്പർ പ്രേരിതത്വമാണ്. ഇതാ എന്റെ മകൻ, ഇതാ എന്റെ മകൻ, ആരാധിക്കാൻ. ഇതാ നിങ്ങളുടെ രക്ഷകൻ, ആരാധിക്കാൻ. ഇതാ ദൈവം, ആരാധിക്കാൻ. ഇതാ പരിശുദ്ധൻ, ആരാധിക്കാൻ. പ്രിയപ്പെട്ടവര്, മറിയത്തിന്റെ പ്രേഷിതത്വത്തിന്റെ കാണപ്പെടാത്ത, അറിയപ്പെടാത്ത വഴികൾ ഇനിയുമുണ്ട്. പരിശുദ്ധമ്മയുടെ, ഞാനിപ്പോ ഇത്രയും നേരം സംസാരിച്ചു, ഇപ്പോ 3/4 മണിക്കൂർ ആകുന്നു. മറിയത്തിന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകൾ ഏറെയുണ്ട്. മറിയത്തിന്റെ സുവിശേഷ പ്രഘോഷണം അപ്പസ്തോലന്മാർക്ക് വരെ ഉണ്ടായി എന്നുള്ളതാണ്. എന്തിന്? യോഹന്നാൻ അതിന്റെ ഏറ്റവും സുന്ദരമായ ഉദാഹരണമാണ്. അപ്പോൾ മുതൽ അവൻ അവളെ അമ്മയായി ഭവനത്തിൽ സ്വീകരിച്ചു. തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പോലും അങ്ങനെയായിരിക്കും. പക്ഷെ ഗ്രീക്കിൽ എങ്ങനെയാണെന്നറിയാവോ? സ്വീകരിച്ചു. അപ്പോൾ മുതൽ അവൻ, ആ ശിഷ്യൻ അവളെ സ്വീകരിച്ചു.
ഇൻടു സ്വഭവനത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ. പക്ഷേ ഈദിയ, ഈദിയോസ്, ഈദിയ എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നോ ഗ്രീക്കിൽ ന്യൂട്ടർ പ്ലൂരൽ ആണ്. പ്രോപ്പർ എന്നർത്ഥം, അല്ലെങ്കിൽ സ്വന്തമായ എന്നർത്ഥം. സ്വന്തമായ കാര്യങ്ങളിലേക്ക് സ്വീകരിച്ചു. ഇൻടു ഹിസ് ഓൺ മാറ്റേഴ്സ്. ശരിയാണ്, ഗ്രീക്കിൽ എയ്സ്തായിദിയ എന്നുള്ളതിന് ഭവനത്തിലേക്ക് എന്ന പരിഭാഷ നടത്താറുണ്ട്. അത് ശരി തന്നെ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ അതിന് മറ്റൊരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം കാര്യങ്ങളിലേക്ക് സ്വീകരിച്ചു. അർത്ഥം, അവളെ വീട്ടില് കൊണ്ടുവന്ന് അമ്മയ്ക്ക് കഞ്ഞിയും ചോറും കൊടുത്തു എന്നല്ല അർത്ഥം. മറിച്ച് സ്വന്തം കാര്യങ്ങളുടെ കാര്യസ്ഥയായി മറിയത്തെ സ്വീകരിച്ചു എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മറിയത്തിൽ നിന്ന് അവൻ ശിഷ്യത്വം ഏറ്റെടുത്തു എന്നാണ്. അല്ലെങ്കിൽ മറിയത്തിന്റെ കെയർ, മറിയത്തിന്റെ ഗൈഡൻസ് അവൻ ഏറ്റെടുത്തു എന്ന് തന്നെയാണ്. ഇൻടു ഹിസ് ഓൺ തിങ്സ്. ആ ശിഷ്യൻ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം കാര്യങ്ങളിലേക്ക് സ്വീകരിച്ചു. പിന്നെ മറിയം ആണ് പ്രഘോഷക. മറിയം ആണ് ഈശോയെ കൂടുതൽ കൂടുതൽ പ്രഘോഷിക്കുക. അത് അപ്പസ്തോലന്മാരുടെ അനുഭവം അത് തന്നെയാണ്. അതുകൊണ്ടാണ് പെന്തക്കൊസ്തയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്നവളായി മറിയത്തെ നമ്മൾ കാണുന്നത്. മറിയത്തോടൊത്ത് പ്രാർത്ഥനയിൽ ചെലവഴിച്ചത്. കാരണം എന്താണെന്നറിയാവോ? ആത്മനിറവ് ഓൾറെഡി ഉള്ളവൾ അവളാണ്. ആത്മാവ് കൂടാരമടിച്ചത് അവളിലാണ്. അതുകൊണ്ട് ആത്മാഭിഷേകം സിദ്ധിക്കാത്ത ശിഷ്യന്മാർക്ക് വേണ്ടി അവരെ ചിതറിയ അസ്ഥികളെ ഒന്നിച്ച് കൂട്ടിയിരുത്തി ആത്മാഭിഷേകത്തിനായി ഒരുക്കുന്ന മറിയത്തെ നമുക്ക് അവിടെ കാണാം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. സുവിശേഷ പ്രഘോഷണത്തിന്റെ മരിയൻ ബ്ലൂ പ്രിന്റ് ഞാൻ വളരെ ചുരുക്കി, വളരെ ഓടിച്ച് പരാമർശിച്ചതേയുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ഏറെ ആഴത്തിൽ അത് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കഴിഞ്ഞ 2000 വർഷങ്ങളിലുള്ള ഒരു മാതൃ സംരക്ഷണത്തിൻ്റെയും സഭയുടെ മാതാവ് എന്ന രീതിയിലുള്ള വരവിൻ്റെയും ഒരു അക്കമ്പനിമെന്റിന്റെയും ഒക്കെ തലം ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ചെയ്യുന്നവരോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാനമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയുടെ മകന്റെ ആത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടെ ഇപ്പൊ എത്ര മണിയായി? ഇവിടെ Central Time 9:47. Thank you. It was nice class. Beautiful. താങ്ക് യു അച്ഛാ. ഇത്രയും ഒരു ആഴമായ പരിശുദ്ധ അമ്മ ഇത്രയും കൂടുതലായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ സ്നേഹിക്കാനായിട്ട് കൂടുതൽ ഞങ്ങളെ വെളിപ്പെടുത്തി തന്ന, സ്നേഹത്തോടെ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും വരുന്ന അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛനെ ഞങ്ങൾക്ക് അന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം കൂടുതലായിട്ട് അച്ഛനെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഒത്തിരി 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 സ്നേഹത്തോടെ താങ്ക് യു അച്ഛാ. താങ്ക് യു.